നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത്. വാഹനത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പരിഭവങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കിടാൻ പറ്റുന്ന വേദിയാണ് റാപ്പിഡ് ഫെയർ. ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളൊന്നായ ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിൽ നിരവധി കോളേജുകൾ സ്വന്തമായുള്ള യൂണിവേഴ്സിറ്റി കൂടിയാണ് ജെയിനെങ്കിലും ആദ്യമായാണ് കേരളത്തിൽ കൊച്ചിയിൽ ഒരു ക്യാമ്പസ് തുറക്കുന്നത്. അത് ഇൻഫോ പാർക്കിനുള്ളിലാണ്. ഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു ക്യാമ്പസാണ് കൊച്ചിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഗംഭീര ഗാർഡനൊക്കെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും പോയപ്പോഴാണ് കണ്ടത്. കേരളത്തിലെ മറ്റൊരു കോളേജിനും അവകാശപ്പെടാനില്ലാത്ത അത്രയും വലിയ ഗാർഡനും മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ ജെയിനിൽ ഒരുക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, നഗരമധ്യത്തിലാണ്, ഇൻഫോ പാർക്കിനുള്ളിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ള, അതായത് ആധുനിക കാലത്തിന് ചേരുന്ന ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടുള്ള ധാരാളം കോഴ്സുകൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജെയിൻ ഒരുക്കിയിട്ടുണ്ട്. UGC ഗ്രേഡഡ് ഓട്ടോണമി സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണിത്. നാക്കിൻ്റെ A++ അക്രഡിറ്റേഷനും ഈ ഒരു യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് പട്ടികയിൽ ഉള്ള യൂണിവേഴ്സിറ്റി കൂടിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. 50-ലധികം ഫ്യൂച്ചർ റെഡി എന്ന് വിളിക്കാവുന്ന UG അല്ലെങ്കിൽ PG പ്രോഗ്രാമുകളൊക്കെ അവിടെയുണ്ട്. അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണുള്ളത്. തന്നെയല്ല, നിങ്ങളിവിടെ പഠിക്കുകയാണെങ്കിൽ ഏതാണ്ട് 100% തന്നെ ഒരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പുതിയ അധ്യയന വർഷത്തേക്കുള്ള കോഴ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിശദാംശങ്ങൾ കിട്ടുന്ന, അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിച്ചു ചോദിക്കുക. അതുപോലെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാഭ്യാസം നേടാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ആഴ്ചയിലെ റാപ്പിഡ് ഫെയറിൽ ഏതൊക്കെ വാഹനങ്ങളാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റാപ്പിഡ് ഫെയറിൽ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത വാഹനമാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതൊരു ലാൻഡ് ക്രൂസറാണ്. നമസ്കാരം. നമസ്കാരം. പേര്? വിജയ്. എന്താണ് വിജയ്? ബിസിനസ്സാണ്. സീ ഫുഡ് എക്സ്പോർട്ടാണ്. പരമ്പരാഗതമായി ചെയ്തു വരുന്നതാണോ? ഫാദറായിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ പേരെന്താ? ഇന്റർസീസ് എന്ന് പറയും. ചന്ദിരൂരാണ് ഫാക്ടറി ഓഫീസ് എല്ലാം, അരൂര് കഴിഞ്ഞിട്ട്. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്ന് കയറ്റി വിടുന്ന സീ ഫുഡിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ചില രാജ്യങ്ങൾ ഉന്നയിക്കുന്നത്? അത് എപ്പോഴും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാറുണ്ട്. ഈ വർഷം ഈ ഫിനാൻഷ്യൽ സ്പെസിഫിക്കലി വലിയ നന്നായി എന്ന് പറയാനൊന്നുമില്ല. വൺ ഓഫ് ദ വേസ്റ്റ് ഇയേഴ്സ് ആണ്. എന്നാലും ഓൾവേസ് ദർ അപ്സ് ആൻഡ് ഡൗൺസ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. എന്താണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ ഞങ്ങളുടെ കമ്പനി മെയിനായിട്ട് ചെയ്യുന്ന സ്ക്വിഡ് ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് തൊട്ടിട്ട് ഒരു ഒക്ടോബർ നവംബർ വരെയാണ്. അത് കഴിയുമ്പോൾ സ്ക്വിഡ് വൈൽഡ് കൗട്ട് ആണല്ലോ. അപ്പൊ അത് കഴിയുമ്പോ പിന്നെ നമ്മള് എക്വാകൾച്ചർഡ് ഷ്രിംപ് ചെയ്യും, ആനമൈസ് ഷ്രിംപ്. ഈ സ്ക്വിഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത് ശേഖരിക്കുന്നത് അത് മാത്രം എടുക്കുന്നവരുടെ അടുത്തുനിന്നാണോ അതോ? അതെ, അത് നമുക്ക് സപ്ലയേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ഓൾ ഓവർ കേരളയിലുള്ള എല്ലാ ഹാർബേഴ്സിൽ നിന്നും സോഴ്സ് ചെയ്തിട്ട് നമുക്ക് ഫാക്ടറി കൊണ്ട് എത്തിച്ചു തരുവാണ്. ശരി. നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണ്, അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കുന്നില്ല. എന്തായാലും വണ്ടിയിലേക്ക് തന്നെ വരാം. ലാൻഡ് ക്രൂസ് എത്ര കാലം എടുത്തിട്ട്? ഇതിപ്പോ ഞാൻ എടുത്തിട്ട് 2 വർഷത്തോളമായി. അപ്പം സെക്കൻഡ് ഹാൻഡ് എടുത്താണ്? അതെ, സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. എന്താണ് അതിലേക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ലാൻഡ് ക്രൂസറിലേക്ക് മനസ്സ് പോകാൻ കാര്യം? അങ്ങനെയല്ല, പഴയ വണ്ടികളോട് ഒരു പ്രത്യേക താല്പര്യം പണ്ടോട്ടേ ഉണ്ടായിരുന്നു. എന്റെ ഫാദറായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ അത് ചെറുപ്പകാലം തൊട്ടേ അതിങ്ങനെ കണ്ട്, പിന്നെ ലാൻഡ് ക്രൂസർ പണ്ടും ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു വാഹനമായിരുന്നു. ഞാൻ കുറച്ചു നാൾ ദുബായിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ അർത്ഥമില്ല പിന്നെ. അപ്പൊ LC200 എന്റെ അളിയൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് എക്സ്റ്റെൻസീവ്ലി ഡെസേർട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു. അപ്പൊ അന്നോട്ട് ഒരു ഫാൻ ആയതാണ്. അപ്പൊ നാട്ടില് വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരെണ്ണം എടുക്കണം. പക്ഷെ ഒരു സ്പെസിഫിക് എനിക്ക് കുറച്ച് സ്പെസിഫിക് സ്പെക്സ്, അങ്ങനെ ഒരു നല്ല വണ്ടി കിട്ടി എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന്. അപ്പൊ പഞ്ചാബിൽ പെട്ടെന്ന് ഒരു വണ്ടി കണ്ടു, ഓൺലൈനിൽ കണ്ടു, നേരെ ഫ്ലൈറ്റ് എടുത്ത് അങ്ങോട്ട് പോയി എടുത്ത് കൊണ്ടുവന്നു. ഏത് മോഡൽ? ഇത് 2000 മോഡൽ. ഇത് ജാപ്പനീസ് ഇമ്പോർട്ട് ആണ്, ഒറിജിനൽ JDM മാർക്കറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ലെക്സസിന്റെ കളർ കോഡും ലെക്സസിന്റെ ഫീച്ചേഴ്സും എല്ലാം ഉള്ളത്. അപ്പൊ ഇത്തരം വാഹനങ്ങളൊക്കെ എത്ര രൂപയ്ക്ക് കിട്ടും ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ഏകദേശം? ഇപ്പൊ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി. കേരളയിൽ എനിക്ക് തോന്നുന്നു നല്ല വണ്ടിക്കൊക്കെ ഒരു എനിവെയർ ഫ്രം 18 to 30 ലക്ഷം രൂപ വരെ ചോദിക്കുന്നുണ്ട്. എത്ര ഓടിയതായിരുന്നു എടുക്കുമ്പോ? ഇത് ഇപ്പൊ എന്റെ കൺസോളിൽ കാണിക്കുന്ന 1,45,000 ആണ്. പക്ഷെ അത് ഞാൻ നോക്കുമ്പോ ഇപ്പൊ ഈ 2005 മോഡൽ ലാൻഡ് ക്രൂസേഴ്സ് എല്ലാം ബിലോ 2 lakhs എന്നാണ് അവര് കാണിക്കുന്നത്. പക്ഷെ അത് അൺബിലീവബിൾ ആണ്. ബിക്കോസ് 20 വർഷം പഴക്കമുള്ള വണ്ടി എന്തായാലും. പക്ഷെ പിന്നെ 5 ലക്ഷം ഓടിയാലും അതെ, ലാൻഡ് ക്രൂസർ ആയതുകൊണ്ട് പിന്നെ എത്ര ഓടിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എടുക്കുമ്പോ നോക്കുക, എഞ്ചിനും ട്രാൻസ്മിഷനൊക്കെ ഹെൽത്തിയാണ്, അങ്ങനെ വേറെ കുഴപ്പമില്ല. ഇത് എന്തായാലും ഞാൻ 8 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമായ മേജർ പണി എന്തെങ്കിലും ചെയ്തോ? ഉണ്ട്. എടുത്തപ്പോ ഇത് സത്യം പറഞ്ഞ പഞ്ചാബിൽ ഒരു കളക്ടർ
പോലെയുള്ള ഒരാളുടെ അടുത്തായിരുന്നു. പുള്ളിക്ക് കുറെ വണ്ടികളുണ്ടാവും. പുള്ളി ഇങ്ങനെ വണ്ടി എടുത്തു. അങ്ങനെ മേജർ മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഡെയിലി റണ്ണിങ് ആവശ്യമുള്ള മെയിൻ്റനൻസ് മാത്രം. അത് അവിടെ നിന്ന് എടുത്തു. ഫുൾ മെക്കാനിക്കൽസ് കംപ്ലീറ്റ്ലി ഓവറോൾ ചെയ്തു, റീസ്റ്റോർ ചെയ്തു. സസ്പെൻഷൻ കമ്പോണൻസ് കംപ്ലീറ്റ്ലി മാറ്റി. ഇതിന് മറ്റേ AHC ഉള്ളതാ, ബൈച്ചറിന് മറ്റേ ഓട്ടോമാറ്റിക് ഹൈറ്റ് കൺട്രോളർ ഉള്ള. അപ്പൊ അതിന്റെ സസ്പെൻഷൻ ഇത്ര എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി മാറ്റി. ഇപ്പോഴും സ്റ്റോക്ക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. സസ്പെൻഷന് 3 സെറ്റിംഗ്സ് ഉണ്ട്, ഹാർഡ്, സോഫ്റ്റ്, അതൊക്കെ ചെയ്യാം. അതെ അതെ. അപ്പൊ അതൊക്കെ ഇവിടെ തന്നെ കേരളത്തിൽ ചെയ്തോ? കുറച്ച് ഡൽഹി ചെയ്തായിരുന്നു, പക്ഷെ അതത്ര അങ്ങോട്ട് എന്റെ സാറ്റിസ്ഫാക്ഷൻ ആയില്ല. പിന്നെ അതെല്ലാം ഇവിടെ വന്നപ്പോ റീഡു ചെയ്യേണ്ടി വന്നു. അപ്പൊ പൊതുവെ നമ്മൾ കേട്ടിരിക്കുന്നത് ഇപ്പൊ ടൊയോട്ടയുടെ വാഹനങ്ങൾക്കൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റ് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കോസ്റ്റ് ഒക്കെ കുറവാണെന്നാണ്. എന്താണ് ഇതിന്റെ കാര്യത്തിൽ സംഭവിച്ചത്? ഇല്ല, ഇതിന് അങ്ങനെ പറയാൻ പറ്റില്ല. അത്യാവശ്യം മെയിൻ്റനൻസ് കോസ്റ്റും സ്പെയർ പാർട്സ്, ബിക്കോസ് ഇത് ഇത്രയും ഹെവി വണ്ടി ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ കമ്പോണൻസും നല്ല ഹെവിയാണ്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഇപ്പൊ ഇതിന്റെ എൻറ്റയർ സസ്പെൻഷൻ മാറ്റണമെങ്കിൽ ഒരു 4.5 lakh rupees ആണ് ഒറിജിനൽ ടൊയോട്ട സസ്പെൻഷൻ. പുറത്തുനിന്നാവുമ്പോ അതിന്റെ ഏകദേശം പകുതിയെ വരത്തുള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം മെയിൻ്റനൻസ് ഉണ്ട്. ഈ ടൊയോട്ടനെ പറ്റി പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, ലാൻഡ് ക്രൂസർ അങ്ങനെ വെറുതെ പെട്രോൾ അടിച്ചാൽ ഡീസൽ അടിച്ചാൽ ഓടിക്കോളൂ എന്നുള്ളത്. ഓടും, ബ്രേക്ക് ഡൗൺ ആകത്തില്ല, അത് സത്യമാണ് ലാൻഡ് ക്രൂസർ. പക്ഷെ അതിന് ആവശ്യമുള്ള മെയിൻ്റനൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു OEM സ്റ്റോക്ക് കംഫർട്ട് ഒന്നും കിട്ടുന്നില്ല. ഇതിപ്പോ ഒരു ഓഫ് റോഡ് ആയിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഓഫ് റോഡ് ഒക്കെ പോയിട്ടുണ്ടോ? അങ്ങനെ ഹാർഡ് കോർ ഓഫ് റോഡ് പോയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. പിന്നെ ഹാർഡ് കോർ ഓഫ് റോഡ് പോയി പിന്നെ അതൊരു ഡാമേജ് ആക്കണ്ടല്ലോ. എന്നാൽ അത്യാവശ്യം എന്റെ ഫാദറിനോല ഒരു എസ്റ്റേറ്റ് ഉണ്ട് കർണാടകയിൽ. അവിടെയൊക്കെ പോകുമ്പോൾ ഓഫ് റോഡും ഭയങ്കര കേപ്പബിൾ വണ്ടിയാണ്. എന്നാലും അങ്ങനെ ഹാർഡ് കോർ ആയിട്ട് പുഷ് ചെയ്തിട്ടില്ല. വണ്ടിക്ക് ഡാമേജ് വരണ്ടല്ലോ വിചാരിച്ചിട്ട്. എനിക്ക് എപ്പോഴും തോന്നിക്കുന്ന കാര്യം, ഇപ്പൊ നമ്മൾ ദുബായിലായാലും ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് തായ്ലൻഡിലൊക്കെ 10 ദിവസത്തോളം ഫോർച്യൂണറൊക്കെ ഓടിച്ചു. അപ്പം അവിടെയൊക്കെ ഓടിക്കുമ്പോൾ നല്ല റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലെങ്കിൽ ഇന്ത്യയിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഭയങ്കര ബോഡി റോൾ ഉണ്ടെന്നാണ് ഇവിടുത്തെ റോഡുകളുടെ ഇതിൽ. അങ്ങനെ തോന്നിയോ? ഈ വണ്ടിക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ SUV-യുടേതായ ഒരു ബോഡി റോൾ ഉണ്ട്. എന്നാലും ഹൈ സ്പീഡ്സിലൊക്കെ സ്റ്റേബിൾ ആണ്. അങ്ങനെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ അങ്ങനെ അധികം പുഷ് ചെയ്യാറില്ല. ഇത്ര ഹെവി വണ്ടിയാണല്ലോ. എന്നാലും അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്താ ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയാനായിട്ട് ഇതിന്റെ ഒരു റോഡ് പ്രസൻസും ഡ്രൈവിംഗ് പൊസിഷനാണ്. നമ്മളുടെ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഓടിക്കുമ്പോൾ നമ്മളെപ്പോഴും ഉയർന്നിരിക്കുന്നു. എല്ലാം നല്ല വിസിബിലിറ്റി ആണ്. പിന്നെ സ്റ്റെബിലിറ്റി. ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഭയങ്കര സ്റ്റേബിൾ ആണ് വണ്ടി. ഹൈവേസിലൊക്കെ ഒരു 100-120 ആണ് ഇതിന്റെ ഒരു ഡിസൈറബിൾ സ്പീഡ്. അതിലൊക്കെ നല്ല സ്റ്റേബിൾ ആണ്. ബ്രേക്കിംഗ് ആയാലും നല്ല കോൺഫിഡൻസ് ആണ്. അതാണ് മെയിൻ ആയിട്ടുള്ള. ഇതിപ്പോ കണ്ടാ കൊതി വരുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ആൾക്കാർ ചോദിക്കാറുണ്ട് വിൽക്കുന്നോന്നൊക്കെ? ചോദിക്കാറുണ്ട്. അതെ അതെ അതെ, കുറെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ആഗ്രഹിച്ചു, ഇപ്പം ദുബായിലൊക്കെ ഇത് കണ്ട് ആഗ്രഹിച്ചെടുത്തത് സാറ്റിസ്ഫൈഡ് ആണോ വണ്ടിയുടെ കാര്യത്തിൽ? യെസ്, വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കൂടുതലും ഇപ്പൊ മാർക്കറ്റിലൊക്കെ ഉള്ളത് ലാൻഡ് ക്രൂസർ, ലെക്സസ് കിറ്റ് കയറ്റി കൺവേർട്ട് ചെയ്ത ഒത്തിരി വണ്ടികളാണ്. ഒറിജിനാലിറ്റി ഇല്ലാത്ത കുറെ വണ്ടികളാണ്. അപ്പൊ ഐ വാസ് ലക്കി ഇനഫ് ടു ഫൈൻഡ് ഇങ്ങനെ ഒരു ഒറിജിനൽ ഇതിലൊരു വണ്ടി കിട്ടിയത് ലക്കി ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ വെരി ഹാപ്പി. അപ്പൊ എന്തായാലും ഇതല്ലാതെ വേറെ വണ്ടികൾ കൈ കാണുമല്ലോ? ഉണ്ട്. ഏതൊക്കെയാണ്? ഞാനിപ്പോ ഒരു W124 300D, അതും ഇതേപോലെ കുറെ നാൾ അന്വേഷിച്ചിട്ട് 300D വേണമായിരുന്നു. OM 606 എഞ്ചിൻ. അപ്പൊ അത് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഡിസംബറിൽ എടുത്താ. അപ്പൊ അതിപ്പോ റീസ്റ്റോർ അല്ല, മെക്കാനിക്കലി സെയിം ഒന്ന് കംപ്ലീറ്റ്ലി ഓവറോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ജിമ്നി ഉണ്ട്, ബൈഷറിന്റെ റിവ്യൂ ഒക്കെ കണ്ട് വൈഫ് എടുത്തതാണ്. കൊള്ളാം, മൈലേജ് വൈഫ് സാറ്റിസ്ഫൈഡ് ആണ്. അതിന്റെ പവർ കുറവാണ്. അപ്പൊ ട്യൂൺ ചെയ്തിട്ട് അപ്പൊ ആ ഒരു ഇഷ്യൂ മാറി കിട്ടി. എന്താണ് ചെയ്തത് അതില്? അത് മറ്റേ സ്റ്റേജ് 1 ട്യൂൺ RBRന്റെ മറ്റേ അതുൾ ചെയ്തായിരുന്നു. അപ്പൊ അതുള്ളൊരു ഫ്രണ്ടാണ്. RBRന്റെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇനിഷ്യൽ ടോർക്ക് ഒക്കെ കൂടുതൽ തോന്നുന്നുണ്ട്. ഞാൻ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്ത ഉടനെ ടയർ അപ്സൈസ് ചെയ്തു, 235 ആക്കി. അപ്പൊ പിന്നെ ഒട്ടും പവറില്ലാതായി. അപ്പൊ അങ്ങനെ ട്യൂൺ ചെയ്തതാണ്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ നല്ല മൈലേജ് കൂടിയോ കുറഞ്ഞോ? മൈലേജ് എന്ത് കുറയാനല്ലേ, കൂടുതലും വൈഫ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് സിറ്റി തന്നെയാ ഓടിക്കുന്നത്. മൈലേജ് പറയാൻ പിന്നെ ഏതൊക്കെ വണ്ടിയുള്ളത്? പിന്നെ മറ്റേ S350D ഉണ്ട്, W223. അത് ബ്ലാക്ക് വണ്ടിയുണ്ട്, നല്ലതാണ്. പിന്നെ ഇനോവ ക്രിസ്റ്റ ഒരു ബ്ലാക്ക് ഉണ്ട്. ചവിട്ടിയാന്ന് പറഞ്ഞല്ലേ ഇതൊക്കെ. അപ്പൊ ഇത്രയും വണ്ടികൾ ഒരുമിച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അതായിരിക്കും.
സെലക്ട് ചെയ്തത്? ഞാൻ കണ്ണുമൂട്ടി എടുത്തോണ്ട് പോകുന്ന ഇത് തന്നെ. ഇത് തന്നെ ആയിരിക്കും അല്ലേ? അതുകൊണ്ടോ എസ് ക്ലാസ് ഉണ്ടായിട്ട് പോലും ഇതാണ് പറയുന്നത് കേട്ടോ. എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിലും ട്രാഫിക് ഒക്കെ ഓടിക്കുന്ന ടെൻഷൻ. ഇത് ഭയങ്കര പ്രാക്ടിക്കൽ ആണല്ലേ? അതാണ് അതിന്റെ ഇത് ഭയങ്കര പ്രാക്ടിക്കൽ. പിന്നെ ഡീസൽ ആയതുകൊണ്ട് അതിൻ്റെതായ പ്രാക്ടിക്കാലിറ്റി ഉണ്ട്. മൈലേജ് ഉണ്ടോ? മൈലേജ് സത്യം പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. എന്നാലും സിറ്റിയിൽ ഒരു ബിറ്റ്വീൻ 6 to 7 ഉണ്ടാവും. ഹൈവേയിലൊക്കെ ഒരു 8-9 അതേ ഉള്ളൂ. 10 താഴെ ഉള്ളൂ. 10 താഴെ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് കിട്ടത്തില്ല. അത് ഈവൻ ഇന്നോവയ്ക്ക് പോലും ഈ പറഞ്ഞ മൈലേജ് ഇല്ലല്ലോ. മൈലേജ് ഇല്ല. അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ഡ്രൈവിംഗും നമ്മൾ ഓടിക്കുന്ന പോലെയും നമ്മളെപ്പോഴും ഇതെടുക്കുമ്പോ അതിന്റെ ഒരു എൻജോയ് ചെയ്ത് കാലം മൈലേജ് അങ്ങനെ കിട്ടാറില്ല. അപ്പൊ എന്തായാലും പറഞ്ഞ ദീർഘകാലം ഇത് കൈ കാണാൻ തന്നെയാണ് തീർച്ചയായിട്ടും. പറഞ്ഞാൽ ഇത് കണ്ടാൽ നിങ്ങളപ്പോ മനസ്സിലാക്കിക്കോളൂ ഇത് ആളാരാണെന്നുള്ളത്. കാരണം ഇത് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇതേ ഷേപ്പിൽ കൊണ്ടു നടക്കുന്ന വണ്ടികൾ വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെയാണ്. എന്ത് രസമല്ലേ എന്റെ ഒരു മൊത്തത്തിൽ രൂപം സ്ഥാനം എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ഒരേ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ ഫ്രസ്ട്രേറ്റഡ് ആവും, പാർട്സ് ഒക്കെ കിട്ടാതെ വരും. പിന്നെ കണ്ടു കഴിയുമ്പോ പിന്നെ ഒരു പക്ഷെ ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിപ്പം ഫൈനൽ സ്റ്റേജിലല്ലേ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഇല്ല, ഒരു 80% ആയിട്ടുള്ളൂ. ഇനിയും കുറച്ച് എന്റെ ഒരു 100% സാറ്റിസ്ഫാക്ഷനിലേക്കാണ്. ഇനിയുണ്ട് ഒരു 20% കൂടെ വെക്കേണ്ടി വരും. ഇന്റീരിയേഴ്സ് ഒന്ന് റീഡു ചെയ്യണം. ഇത് ഒറിജിനൽ സീറ്റൊക്കെ ആണോ? ഒറിജിനൽ ആണ്, എല്ലാം ഒറിജിനൽ ആണ്. അതെ അതെ. അപ്പൊ അതൊക്കെ ഒന്ന് ലെതറൊക്കെ ഒന്ന് ഹാർഡ് ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് റീഡു ചെയ്യണം. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് ചെറിയ പണികളുണ്ട്. അപ്പൊ എന്തായാലും പുതിയ മറ്റേ ബെൻസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ കാണാം. തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. റാപ്പിഡ് ഫയറിൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഫോഴ്സ് ഗൂർഖ പ്രത്യക്ഷപ്പെടുന്നത്. ഫോഴ്സ് ഗൂർഖ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മഹീന്ദ്ര താറിന്റെ ഒരു കുത്തൊഴുക്കിൽ അങ്ങ് ഒഴുകിപ്പോയ ഒരു മോഡലാണ് പറയേണ്ടത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ട മോഡലായിരുന്നു. അപ്പോൾ നമ്മൾ ഫോഴ്സ് ഗൂർഖയുടെ ഓണറിനെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേര്? സുഹാസ് എന്നാണ് പേര്. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നടത്താണ്, കോഴിക്കോട് ബേസ് ചെയ്തിട്ട് കമ്പനി നടത്തുകയാണ്. അതെ. ശരി. ഞാനൊരു 16 years മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് ഡിസ്ട്രിബ്യൂഷൻ ആണോ? അതൊരു ഫെർട്ടിലിറ്റി സെഗ്മെന്റ് ആണ്. ഇൻഫെർട്ടിലിറ്റിന്റെ പ്രൊഡക്ട്സ്, ഡിവൈസസ്, അത് അക്രോസ് കേരള ടു കാസർഗോഡ്. അതിന് മാത്രമുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലേ? ഉണ്ട്, ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ സെന്റേഴ്സും ഇഷ്ടംപോലെ ഉണ്ടല്ലോ. IVF സെന്റേഴ്സ് ഇൻഫെർട്ടിലിറ്റി ഒരു ഗ്രോ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും കേസസും ഇഷ്ടംപോലെ. അപ്പൊ കോഴിക്കോട് ബേസ്ഡ് ആണോ? കോഴിക്കോട് ബേസ്ഡ് ആണ്. എന്റെ വീട് കോഴിക്കോടാണ്. അക്രോസ് കേരള കവർ ചെയ്യാം. അങ്ങനെ വന്ന വഴിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഞാൻ പനമ്പള്ളി നാറിലാണ് താമസിക്കുന്നത്. നന്നായി. അതായാലും അപ്പൊ ഇത് പക്ഷെ തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണല്ലോ. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി സെക്കൻഡ് സൈറ്റ് എടുത്താണ്. ഒരു മനു എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള എന്റെ ഒരു സുഹൃത്താണ്. അവന്റെ കയ്യിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് വാങ്ങി. ഗൂർഖ വാങ്ങണമെന്ന് കുറെ കാലം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം ഗൂർഖയോട് വന്നത്? കാരണം എല്ലാരും ഈ താറിലാണല്ലോ മനസ്സ് ഉടക്കി നിൽക്കുന്നത്. ആണ്. പക്ഷെ ഗൂർഖ ഭയങ്കര ഒരു എന്താ പറയാ ഒരു വികാരമാണ്. കാരണം അത്രയും കാലം ഈ വണ്ടി ഇങ്ങനെ നോക്കി നടന്നു. പിന്നെ ഒരു പെട്ടെന്നാണ് ഇങ്ങനെ ഈ വണ്ടി കൊടുക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ഞാൻ മനുവിനെ കോണ്ടാക്ട് ചെയ്തു, വണ്ടി എടുത്തു. പിന്നെ ഗൂർഖ ഒരു ഭയങ്കര റോഡ് പ്രസൻസാ. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു വാല്യൂ അതിനുണ്ട്. കുറെ ഇഷ്യൂസ് കുറെ ഉണ്ട്. പക്ഷെ നമ്മള് ഇത് വണ്ടിയോട് അങ്ങോട്ട് അറ്റാച്ച് ആവും. അപ്പൊ ഏറ്റവും പുതിയത് വന്നപ്പോൾ കുറെ ഇഷ്യൂസ് പരിഹരിച്ചു. എഞ്ചിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ റിഫൈൻമെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. റിഫൈൻഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു BS6 ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഓൾറെഡി. BS4 അത്ര ഇല്ലായിരുന്നു. BS6 കുറെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അത് ഇവിടുത്തെ സർവീസ് സെന്റേഴ്സിന്റെ ഇഷ്യൂസ് ആണോ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ ഗ്രൂപ്പുകളിൽ, വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇഷ്യൂസ് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് വരുന്നതെന്നുള്ള സർവീസിന്റെ ഇഷ്യൂ ആയിരിക്കാം. ഈ BS4 അങ്ങനെ, കാരണം ഇതൊരു കുറച്ചും കൂടി റഫാണ്. ഇതിലെന്താണ് ഇപ്പൊ ഇഷ്യൂ വന്നിരിക്കുന്നത്? എന്താണ് ഇപ്പൊ നമ്മൾ എടുത്തതിന് ശേഷം എന്തെങ്കിലും സ്ഥിരം ഇഷ്യൂസ് ഉണ്ടോ? സ്ഥിരം ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ ഇതിനോട് അറ്റാച്ച് ആയിക്കോളും. ഇഷ്യൂസ് ഒന്നുമില്ല, ഇഷ്യൂ അല്ലാതെ തോന്നും. അത് പിന്നെ നമ്മൾ ഇതിന് യൂസ്ഡ് ആവും. കല്യാണം കഴിക്കുന്നതല്ല. പിന്നെ നമ്മൾ എന്ത് ഇഷ്യൂ വന്നാലും നമ്മളത് പോട്ടെ നമ്മൾ തന്നെ മനസ്സിലിങ്ങനെ പറയും, അത് പോട്ടെ സാറില്ല. അപ്പം ഗിയർ ചേഞ്ച് ചെയ്യുമ്പോ തന്നെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഗിയർ ഷിഫ്റ്റ് ആവും. പിന്നെ 4 wheel ഇട്ട് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ വൈഫും മക്കളും പറയും, അവർക്കൊക്കെ ഇത് മനസ്സിലായി കഴിഞ്ഞു ഓൾറെഡി. കാരണം 4 wheel ഇട്ട് പിന്നെ 2 wheelലേക്ക് മാറ്റണമെങ്കിൽ 2 പേര് വേണം. ചില സമയത്ത് വണ്ടി തന്നെ
പറയും ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ 2 വീലിലേക്ക് വരുള്ളൂ, ഇപ്പൊ ഞാൻ 4 വീൽ തിരക്ക് പിടിക്കണ്ട. അപ്പൊ 4 ഹൈയിൽ കുറെ ഓടും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് തോന്നും, കുറെ ഇങ്ങനെ ചെയ്ത് വന്നോണ്ട് ഓട്ടോമാറ്റിക് നമ്മൾ തോന്നും ഇനി 4 വീൽ മാറ്റാം, 2 വീലിലേക്ക് മാറ്റാം. അപ്പൊ ശരി ശരി. പക്ഷെ അത്തരം പ്രശ്നങ്ങളെല്ലാം വണ്ടിയുള്ള സ്നേഹം കൊണ്ട് നമ്മളങ്ങ് മറക്കും തീർച്ചയായും. വണ്ടിയോട് എന്താണ് ഇപ്പം ഇതിന്റെ അകത്ത് അപ്പാർട്ട് ഫ്രം ഈ ഒരു രൂപം അത് ഒഴിച്ച് നിർത്തിയാൽ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എന്താ ഇതിന്റെ ഇതില് നമുക്കിപ്പോ ഫാമിലി ആയിട്ട് എന്ത് വേണം ഇതിൽ ചെയ്യാം. അതൊരു ഏച്ചു കൂട്ടിയ പോലെ ആവില്ല. നമ്മൾ എന്ത് ചെയ്താലും ഇതിന് അതൊരു ആഡ് ഓൺ ആണ് നമുക്ക്. ഇപ്പൊ നമ്മളിപ്പോ ലോങ് പോവാണ്, ഇപ്പൊ ഞാനിപ്പോ വർക്കിന്റെ ഭാഗമായിട്ട് ചില ഹോസ്പിറ്റലൊക്കെ 2 ദിവസമൊക്കെ അവിടെ നിൽക്കണം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിക്ക് കിടക്കാം, വേറെ റൂം എടുക്കണ്ട, ഒന്നും വേണ്ട. എല്ലാ ഫെസിലിറ്റി ഇതില് നമുക്ക് ഒരു 22 ലിറ്റർ വെള്ളം നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വേറെ ഏത് വെഹിക്കിൾസിൽ അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ കാരിയറിന്റെ മുകളിൽ ശരിക്കും 2 പേർക്ക് ഇതിൽ കിടക്കാം, മുകളിൽ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. അപ്പൊ ഞാനും വൈഫും പോവാണെങ്കിൽ സുഖമായിട്ട് ഇതിൽ സ്റ്റേ ചെയ്യാം. വേറെ ഏതെങ്കിലും പെട്രോൾ പമ്പിന്റെ സൈഡ് നിർത്തിയിട്ട് ചെയ്യാം. അത്ര ഇതില് എന്ത് ചെയ്താലും ഇതില് എന്റെ ഒരു അനുഭവത്തില് എനിക്കിത് ഒരു എല്ലാം പോസിറ്റീവായിട്ട് എനിക്ക് വന്നിട്ടുള്ളൂ. നമ്മള് വണ്ടീനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും ഒത്തിരി നെഗറ്റീവ് പറയാൻ, പക്ഷെ അത് പറയാൻ തോന്നില്ല. വണ്ടിയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കരമാണ്. ഇതിപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യമായ രീതിയിൽ ഓഫ് റോഡ് ഒക്കെ പോയ ലക്ഷണം കാണിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ അത് ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. ഈവൻ മുകളില് ഈ കാരിയറിനോട് ചേർന്ന് കാണുന്ന ഒരു ടെന്റ് അടക്കമുള്ള സാധനങ്ങളുണ്ടല്ലോ അല്ലെ, എന്തൊക്കെയാണ് ചെയ്തത്? എക്സ്ട്രാ ചെയ്താണ് ഇത് ഞാൻ ഒരു ഗോവ ഓവർലാൻഡ് എന്ന് പറഞ്ഞിട്ട് പൂനെ ബേസ്ഡ് ഉള്ള അവര് ചെയ്തു തന്നാണ്. ഇത് നമുക്ക് ഓണിങ്സ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിൽ നിർത്തി ചെയറൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ചെയ്തല്ല, ഓൾറെഡി സ്റ്റോക്കിൽ വരുന്നതാണ്. പക്ഷെ ഇല്ലാത്ത ഫോഴ്സിൽ നിന്ന് നമുക്ക് ഈ പാർട്സിന്റെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മള് ബാംഗ്ലൂർ അവിടെയൊക്കെ പോയി നമ്മൾ ഐഡിയയിൽ ചെയ്തത്. ചെറിയിക്കാൻ നമുക്ക് ഒരു വെള്ളമോ ഡീസലോ നമുക്ക് ക്യാരി ചെയ്ത് ഒരു 22 ലിറ്റർ നമുക്ക് വെള്ളം തന്നെ കൊണ്ടുപോകാം. നമ്മളിപ്പോ ലോങ് പോവാണെങ്കിലും പുറത്തുനിന്ന് മിനറൽ വാട്ടർ ഒന്നും വേണ്ട, ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ സൗകര്യമാണ്. പിന്നെ ഇതില് ഉള്ളില് നമുക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ട്. ഈ ബക്കറ്റ് സീറ്റ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് ബെഡ് ആക്കി. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന മറ്റൊരു കാര്യം അത് തന്നെയാണ്. ഇതിന്റെ ഈ സെക്കൻഡ് റോ സീറ്റിലേക്ക് കയറുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ പൊതുവെ പറയുന്നത്. അത് അങ്ങനെ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവരത് പറഞ്ഞിട്ടുണ്ടോ? ഒരു കാംഡ് ഫീല് വല്ലതും തോന്നുന്നു? ഇതിന്റെ ബാക്കിലാണ് ഏറ്റവും കംഫർട്ട്. ഇതിന്റെ ബാക്കിൽ ഇരിക്കുന്ന ആ ഒരു സുഖം വേറെ ഒരു വണ്ടിയിലും കിട്ടില്ല. കാരണം അത്രയും കംഫർട്ടാണ്. എനിക്ക് ഇതിന്റെ ബാക്കിൽ ഇരിക്കാൻ പറ്റിയില്ല ഇതുവരെ. കാരണം ഫുൾ ടൈം ഓടിക്കാണ്ട് ബാക്കിൽ ഇരുന്നാൽ ഭയങ്കര കംഫർട്ടാ. സീറ്റ് ബാക്കോട്ടേക്ക് ചാരി ഇരുന്ന് കഴിഞ്ഞാൽ ലോങ് റൈഡിന് ഒന്നും പറയാനില്ല. അത്രയും ഫാമിലിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒത്തിരി പേര് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ ഈ വണ്ടി, സ്കൂൾ വണ്ടി എന്തിനാ എടുക്കുന്നത്? അപ്പം ഭയങ്കര കംഫർട്ടാണ്. അവരൊന്നും ഈ എന്റെ മക്കളൊക്കെ സ്ഥിരമായിട്ട് ഈ വണ്ടിയിലാണ് പോവില്ല. അത്ര അറ്റാച്ച്മെന്റ് വന്നു വണ്ടിയിട്ട്, അത്ര അറ്റാച്ച്മെന്റ്. അപ്പൊ എവിടെയെങ്കിലും ഓഫ് റോഡ് കാര്യമായ രീതിയിൽ പോയിട്ടുണ്ടോ? ഓഫ് റോഡ് ഒരു സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. മൂന്നാർ പോയിട്ടുണ്ട്, ഇടുക്കി ആ സൈഡ് വാഗമൺ, പിന്നെ വയനാട് നമ്മള് വളരെ കോഴിക്കോട് അടുത്താണ്. അതല്ലാതെ ഒരു ഓവർലാൻഡ് കാര്യമായ രീതിയിൽ എവിടം വരെ ഓടിയിട്ടുണ്ടോ? ഓവർലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓവർലാൻഡ് ചെയ്ത് ബാംഗ്ലൂര്, പിന്നെ ഹൈദരാബാദ്. നമ്മൾ എവിടെ പോവാണെങ്കിൽ വണ്ടി ആയിട്ട് പോകും. മറ്റേത് നമ്മൾ ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ പോകുമെങ്കിലും ഇപ്പം കുറെ കാലമായിട്ട് വണ്ടിയിൽ കിടക്കുക ആ ഒരു സ്റ്റൈലിലേക്ക് മാറി. അതൊരു കാരവന്റെ ഫീലായി. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് സത്യം പറയാ മൈലേജ് അങ്ങനെ നോക്കാറില്ല. ഒരു 11 എന്തായാലും 11 എന്തായാലും ലോങ്ങിൽ കിട്ടും. നമ്മൾ സിറ്റി റൈഡ് ആണെങ്കിൽ ഒരു 7-8 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ മൈലേജിന്റെ ഇതിലേക്ക് വരാറില്ല. കാരണം ഒന്നാമത്തെ റൈഡിങ് കംഫർട്ട് നല്ല കംഫർട്ടാണ്. സർവീസിന്റെ കുറച്ച് എന്താണ് സർവീസ് ഇഷ്യൂസ് എന്ന് പറയുന്നത്? ഡീലർഷിപ്പിന്റെ ഇഷ്യൂ ആണോ അതോ മൊത്തത്തിൽ കമ്പനിയുടെ ഒരു മൊത്തത്തിൽ കേരളത്തിലുള്ള ഇഷ്യൂസ് ആണ്? കാരണം ഔട്ട് ഓഫ് കേരള പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹി, ഹരിയാന, പഞ്ചാബ് ഇവിടെയൊക്കെ സർവീസും അവര് എന്താ പറയാ അസിസ്റ്റൻസും ഭയങ്കര നല്ലതാണ്. പക്ഷെ കേരളത്തിൽ അത്ര ഒരു ഇത് വരുന്നില്ല. കാരണം ഒന്നാമത്തെ വണ്ടികൾ കുറവാണ്. BS4 തന്നെ ഏകദേശം ഒരു 30-40 വണ്ടികൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. BS6 വരും. ഇത് ശരിക്കും കുറഞ്ഞു വരികയാണ്. BS6 വരുമ്പോൾ അവര് 4 വീലിന്റെ ലിവർ എടുത്ത് മാറ്റി. അപ്പം കുറച്ച് റിഫൈൻഡ് ആക്കുകയാണ്. പക്ഷെ ഫീല് കുറഞ്ഞോണ്ടിരിക്കുക. വണ്ടി
ശരിക്കും പറഞ്ഞാൽ നല്ല വണ്ടിയാണ്, പക്ഷെ അവർക്ക് ഇത് വലിയ താല്പര്യമില്ല. അതിനെ സംഭവിച്ചാൽ അവര് മറ്റേ ട്രംബോ ട്രാവലർ എന്ന് പറയുന്ന സാധനം അതുപോലെ വിറ്റോണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ചുമ്മാ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഇത് അവരൊരു നമ്മള് കുറച്ച് വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണേ എടുക്കാം. മെയിൻ്റെനൻസ് കോസ്റ്റ് എങ്ങനെ ഉണ്ട്? മെയിൻ്റെനൻസ് കോസ്റ്റ് ആയിട്ട് അങ്ങനെ വലിയ വരുന്നില്ല. പിന്നെ ഇതിന് ഇപ്പൊ നമുക്ക് പാർട്ട് ഷോർട്ടേജ് വരാറുണ്ട്, അപ്പൊ നമ്മൾ പല വണ്ടീൻ്റെതും ഇതിന് സൂട്ടാവും. നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ മാറ്റേണ്ടതായിട്ട് അങ്ങനെ വരാറില്ല. സാധാരണ നമ്മള് ചെറിയ ചെറിയ ഇതൊക്കെ വരുള്ളൂ, വലിയൊരു സർവീസ് കോസ്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പൊ എന്തായാലും ഇത് ദീർഘകാലം കൊണ്ടു നടക്കാൻ തന്നെയാണ് പരിപാടി. തീർച്ചയായിട്ടും നമ്മൾ എത്ര കാലം ഉണ്ടോ അത്രയും കാലം രക്ഷയില്ല. വണ്ടി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്, ഇത് ഉപയോഗിക്കുന്ന പലരും ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മുടെ ഇതിൽ വന്ന ആൾക്കാരാണെങ്കിലും അവരും പറയുന്നത് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്, പ്രശ്നങ്ങളുണ്ട് എന്നാലും ഇഷ്ടമാണ് എന്ന് തന്നെയാ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അത് ഞാൻ പൂർണ്ണമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമുക്കത് ഈ ഒരു സൗകര്യം ഈ ഒരു സുഖം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതിനോട് എന്താ പറയാ ഭയങ്കര അറ്റാച്ച്മെന്റ്. നമ്മള് അത് ഒഴിവാക്കാൻ ഒരിക്കലും ചിന്തിക്കാനും പോലും പറ്റില്ല. അതൊരു ഭയങ്കര ഒരു പ്രൈസ് ആണ് വണ്ടിയെ പറ്റി അങ്ങനെ തോന്നുക എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ ഇത് വാങ്ങിക്കുന്നവരുടെ കാര്യത്തിൽ ഇവർക്കെല്ലാം അറിയാം സംഭവം പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പക്ഷെ ഇതൊരു ഫീലാണ് ഈ പറഞ്ഞ പോലെ. ഇപ്പം എനിക്ക് തോന്നുന്നു താറിന്റെ കാര്യത്തിൽ അത് തന്നെയാണ്, ആൾക്കാർക്ക് അതൊരു പ്രശ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് അറിയാം, എന്നാൽ പോലും താറ് വാങ്ങിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായും. പിന്നെ നമ്മൾ ഒരു ഇപ്പൊ അധികം ആൾക്കാരും താറുമായിട്ടൊക്കെ കമ്പാരിസൺ ചെയ്യുന്നതാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഗുർക്കൻ്റെതായ ഒരു സ്ഥാനമുണ്ട്, താറിൻ്റെതായ സ്ഥാനം. അല്ല, അത് തന്നെയാണ് ജിംനിക്കും പറ്റുന്നത്. ജിംനി വാങ്ങിക്കുന്നവരും താറുമായിട്ട് കമ്പയർ ചെയ്യും, അത് രണ്ട് ലീഗ് ആണെന്ന് തന്നെ പറയാവുന്ന ഒരു സാധനങ്ങളാണ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഈ വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കുക, അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. അതാണ് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഈ എന്താ പറയുക, ഒരു ഗർഭിണിയാകാൻ ശ്രമിക്കുന്ന സ്ത്രീകളും അതുപോലെ ഗർഭിണി ആക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരും ഒക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ അധികവും കോഴിക്കോട് നിന്ന് ഇതാ കൊടുക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇന്ന് തിരിച്ചു പോകും കോഴിക്കോടേക്ക്. അപ്പൊ താങ്ക് യു. ശരി. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രിക് SUV കൊണ്ടുവന്നത് കോന എന്നുള്ള പേരിൽ ഹ്യുണ്ടായിയാണ്. അതിനുശേഷം വന്നതാണ് അയോണിക് 5 വന്നപ്പോഴത്തേക്കും എന്താ പറയുക, ജനറേഷൻസ് ഹെഡ് എന്ന് വിളിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറിയിരുന്നു. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രൂപം, അതുപോലെ തന്നെ ഇന്റീരിയർ എന്ന് പറയുന്ന സ്മാർട്ട് ഓഫീസ് റൂമിന്റെ ഇന്റീരിയർ പോലെ തോന്നിക്കുന്ന ഇന്റീരിയർ ഒക്കെ ആയിട്ട് വന്ന വാഹനമാണ്. അപ്പൊ അങ്ങനെയുള്ള അയോണിക് 5ന്റെ ഓണറിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. പേര്? രോഹിത്. എന്ത് ചെയ്തത്? ഞാനിവിടെ കൺസ്ട്രക്ഷൻ ഫാമിലി ബിസിനസ്. ഇവിടെ തന്നെ കൊച്ചിക്കാരൻ തന്നെയാ? അതെ. ശരി. അപ്പൊ ധാരാളം ഓട്ടോ ഉണ്ടോ? അപ്പം പല ഓട്ടോ ഉണ്ട് ആണല്ലേ? അപ്പം എത്ര കാലം എടുത്തിട്ട് നമ്മൾ അയോണിക് 5? ഞാൻ മാർച്ച് 31 ആ ഒരു സമയത്ത് എടുക്കാം. കഴിഞ്ഞ വർഷം. ശരി. ഇപ്പൊ തന്നെ 26,000 കിലോമീറ്റേഴ്സിന്റെ മുകളിലായി. ആണല്ലേ? ശരി. അപ്പൊ ആ ഒരു സമയം എന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പുള്ള സമയത്ത് ഇലക്ട്രിക് വണ്ടികൾ എടുക്കണോ വേണ്ടയോ എന്ന് ആൾക്കാർ സംശയിച്ചിരുന്ന ഒരു കാലമാണല്ലോ. എന്തുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇത്രയും വില കൊടുത്ത് ഒരു ഇതെടുക്കാൻ തീരുമാനിച്ചത്? ഫാദറും ബ്രദറും BYD-ലോട്ട് നേരത്തെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി. ഓൾസോ ഭയങ്കരമായിട്ട് ചെലവ് കുറവാണല്ലോ, സേവിങ്സ് ഉണ്ട്. ഡീസൽ നമുക്ക് കൺസംപ്ഷൻ ഹൈ ആയിരുന്നു മറ്റേ കാർ. സോ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക് പ്രൂവൺ ആയിരുന്നു ഫാമിലിയിൽ. അതുകൊണ്ട് വളരെ മുമ്പ് ഇലക്ട്രിക് ആയ ഫാമിലിയാണ് അല്ലേ? ശരി. അവരെ മറ്റേ E6 അല്ലേ? E6ഉം BYD-യും. ശരി. അല്ല സോറി, ആറ്റോ 3യും. ശരി. രണ്ടും ഉണ്ട് വീട്ടില്, കുടുംബത്തിലുണ്ട് രണ്ടും അല്ലേ? അപ്പം അത് വാങ്ങിച്ച ആളും ഇത് വാങ്ങിച്ച ആളും കുടുംബത്തിലുള്ളപ്പം ഏതാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് രണ്ടു കൂട്ടരും കാണുന്നത്? ഇതാണോ അതാണോ? ഐ തിങ്ക് ബാറ്ററി ലൈഫ് ആൻഡ് ബാറ്ററി ടെക്നോളജിയിൽ BYD മേ ബി ബെറ്റർ. ഡ്രൈവ് കംഫർട്ട് ആൻഡ് ഡ്രൈവ് ഫീൽ ഓഫ് എ കാർ Hyundai മേ ബി. ഇതിന് എത്രയായി ഓൺ റോഡ്? 50. മറ്റേത് 30 സംതിങ് ഒക്കെയാണ്. 38. ഇത് ശരിക്കും 50 ലക്ഷം രൂപയ്ക്ക് വർത്താണോ? ഒത്തിരി ഓട്ടോ ഉണ്ടെങ്കിൽ വണ്ടിയിൽ സ്പേസും ഓൾസോ അത് ഇറ്റ്സ് എ കമ്പനി കാർ. സോ അങ്ങനെയൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ്. എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടിയിട്ടുണ്ടാവും ഇതുവരെ? ഒരു 550 കിട്ടുന്നുണ്ട്. കിട്ടും. ശരി. റിയൽ വേൾഡ് മൈലേജ് അത്രയും കിട്ടുന്നുണ്ട്? ശരി. ഇഫ് യു ഗോ ഞാനിപ്പോൾ ഇത് വെച്ച് മധുരൈ തിരുപ്പൂരൊക്കെ പോയിട്ടുണ്ട്. ഒരു ചാർജ് എടുത്തിട്ടുള്ളൂ. ശരി. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിൽ എത്ര നേരം എടുക്കും? ഒരു 80%? ഡിപ്പെൻസ്. ആ ഇക്കോസിസ്റ്റത്തിലോട്ട് നമ്മൾ യൂസ്ഡ് ആവണം. 60 kV, 50 kV, 30 kV അതിൻ്റെ മുകളിലോട്ട് ചാർജ് ചെയ്യാറുള്ളൂ. സോ 50 and 60 പ്രിഫർ ചെയ്യുന്നത്. 50-60 ഉണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഒരു 80-85% കയറും. വീണ്ടും ഒരു 450 കിലോമീറ്റർ ഓടാനുള്ളത് കിട്ടിക്കഴിയും അല്ലേ? റീജനറേറ്റർ ഇസ് ഓൾസോ ഗുഡ്. അപ്പോൾ വാഗമണൊക്കെ പോയിട്ട് താഴെ വരുമ്പോഴത്തേക്കിനും മുകളിലോട്ട് പോയതിനേലും കൂടുതൽ റേഞ്ച് കിട്ടും. ശരി.
അപ്പം എത്ര ഒരു നമ്മൾ ഒരു എക്കണോമിക്സ് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഇപ്പൊ ഒരു ഡീസൽ കാർ വെച്ച് നോക്കുമ്പം 1/10 ഉള്ളൂ അതിന്റെ സർവീസ് കോസ്റ്റ് ഒക്കെ. അതെ അതെ. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? എന്താണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ? I have done one service only, like one major service. അതിന് 3000 രൂപ. 3000 രൂപ. ശരി. ഇതിനു മുമ്പ് ഇപ്പൊ ഏത് വണ്ടി ഉപയോഗിച്ചിരുന്നത് ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ്? ടിഗ്വാൻ. ഏതാ? ടിഗ്വാൻ. Volkswagen ടിഗ്വാൻ പെട്രോൾ ആയിരുന്നു? ഡീസൽ. അതെങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി? നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ വിൽക്കാൻ ഇട്ടേക്കുക ആണല്ലേ? ബിക്കോസ് ഇറ്റ്സ് ഡൺ ഇറ്റ്സ് ടൈം ആൻഡ് ആ ജനറേഷൻ ഓഫ് അവര് പ്രൊഡക്ഷൻ. അതെ അതെ. പെട്രോൾ ഒരു തരത്തിൽ മുതലാകാത്ത മൈലേജുമാണ് ഇപ്പം അതിന്റെ. ഡീസലാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത് പെട്രോൾ വന്നപ്പോഴത്തേക്കും പെട്രോൾ മേ ബി ഭയങ്കര മോശം. ശരി ശരി. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ തീർച്ചയായിട്ടും അത് ജർമ്മൻ വാഹനമാണ്. ജർമ്മൻ വാഹനത്തിന് ഡ്രൈവബിലിറ്റി എന്നൊക്കെ പറയുന്നത് മോശം അല്ലെങ്കിൽ പോലും അതിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനൊരു ജീവനില്ലാത്ത ഡ്രൈവ് എന്ന് തോന്നിയോ? നോ, ഇല്ല. ആബ്സല്യൂട്ട്ലി നോട്ട്. This thing is very fast, accelerates very fast. എഞ്ചിൻ സൗണ്ട് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല. എനിക്ക് മേ ബി സൗണ്ട് അധികം ഇല്ലാത്ത ആളായതുകൊണ്ട് I don't miss the sound, but I like the speed. ശരി. അതുപോലെ ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? No, ഇല്ല. എന്റർടൈൻമെന്റ് ഇൻഫർടൈൻമെന്റ് അത്യാവശ്യം വേണ്ടതുള്ളൂ അല്ലേ? ശരി. ഞാൻ വലിയൊരു കാബഫോ ഒന്നും അല്ലാത്തോണ്ട് എല്ലാ ഫീച്ചേഴ്സും ഒന്നും നോക്കിയിട്ടില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ ഇതിന്റെ? സ്പേസ് ആണല്ലേ? വെരി സ്പേഷ്യസ്. സീറ്റ്സ് ആർ ഓൾസോ വെരി കംഫർട്ടബിൾ. ബാക്ക് സീറ്റില് കുടുംബത്തിലുള്ളവരൊക്കെ യാത്ര ചെയ്യുന്ന അവരൊക്കെ ഹാപ്പിയാണോ? ബാക്ക് സീറ്റ് എല്ലാവരും ഹാപ്പിയാണ്. നോ പ്രോബ്ലം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇന്റീരിയറിലെ കംഫർട്ട് ലെവല് ടിഗ്വാൻ ആണോ ഇതാണോ മുന്നിൽ നിൽക്കുന്നത്? ഫ്രണ്ട് സീറ്റ്സ് ഫോർ ഷുവർ ഇത് വേ ഹെഡ് ആണ്. ഒരു രക്ഷയില്ല. ആണല്ലേ? ബാക്ക് സീറ്റ്സ് മേ ബി ടിഗ്വാൻ മേ ബി സ്ലൈറ്റ്ലി ബെറ്റർ. ശരി. അതുപോലെ രാത്രിയിൽ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ എത്ര അവേഴ്സ് എടുക്കാറുണ്ട് ഫുൾ ചാർജ്? വീട്ടിലെ ചാർജിങ്ങിൽ 6 hours എടുക്കും. അത്രേ ഉള്ളൂ? അപ്പോഴും അത്രേ ഉള്ളൂ. ശരി. 6 hours എടുക്കൂല. ശരി. അപ്പം ഇപ്പം ഇലക്ട്രിക് കാർ വാങ്ങിക്കാൻ പോകുന്ന ഒരാള് ഇന്ത്യ ഇലക്ട്രിക് റെഡി ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇലക്ട്രിക് കാർ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ പറ്റുമെന്നാണ്? ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. സൗത്ത് ഇന്ത്യ ഇസ് വെരി മച്ച് ഇലക്ട്രിക് ആണല്ലേ? But you have to plan ആ ആപ്പ് നോക്കി എവിടേക്കാണ് ചാർജിങ് സ്റ്റേഷൻ, ഓൾ ദ ഡീറ്റെയിൽസ് ആർ അവൈലബിൾ. ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കും. കാരണം ഞാനൊക്കെ ഉപയോഗിക്കുന്ന കോമറ്റ് ആണ്. കോമറ്റ് ആകുമ്പോൾ നമ്മൾ സിറ്റി മാത്രമാണ്, എനിക്കൊന്നും ഈ ഇഷ്യൂ നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പം ഔട്ട് ഓഫ് സിറ്റി ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഒരു തവണ പോയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുകൂടെ പോയി. ഞങ്ങൾ MG വിൻസർ കൊണ്ട് വാഗമണി പോയപ്പോഴത്തേക്കും 2 ചാർജിങ് സ്റ്റേഷൻസ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ചാർജിങ് സ്റ്റേഷൻ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഇത്തിരി ടെൻഷൻ വന്നു. അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഈ 50 and 30 kV എനിക്ക് ആ റൂട്ടിൽ പെട്ടെന്ന് കിട്ടിയതുകൊണ്ടായിരിക്കും. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഈവൻ മധുരൈ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ശരി. അപ്പൊ എന്തായാലും പറഞ്ഞ പോലെയാണ് ഇതിന്റെ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് നമുക്ക് ഇവരെ മീഡിയ ഡ്രൈവിന് വെച്ച് ഗോവയിൽ വെച്ചായിരുന്നു. ഗോവയിൽ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഇതിന്റെ ഇന്റീരിയർ തുറന്ന് കണ്ടപ്പോഴാണ് ദൈവം ഇത് എന്ത് രസമായിട്ടാണ് ഇന്റീരിയർ അല്ലെ? വളരെ ഇതൊരു ഫസ്റ്റ് ജനറേഷൻ കാർ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഇലക്ട്രിക് പ്ലാറ്റ്ഫോം. ഞാനും വെരി ഇംപ്രസ്ഡ് വിത്ത് ഇനി വരാൻ പോകുന്ന സംഭവം വേറെ. അതെ വേറെ ലെവലിലേക്ക് പോകും. ഈവൻ ഇന്ത്യയിൽ തന്നെ മഹീന്ദ്ര നമ്മൾ ഇന്നലെയൊക്കെ ഓടിച്ച വണ്ടിയൊക്കെ വേറെ ലെവലായി. ഇതിനകത്ത് ഒരു ഫസ്റ്റ് മൂവ് എന്നുള്ള രീതിയിൽ വെരി വെരി ഇംപ്രസ്ഡ്. ദ നെക്സ്റ്റ് ജനറേഷൻ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വിൽ ബി ദ ബെറ്റർ ഓപ്ഷൻ അല്ലേ? ഫോർ ഷുവർ. അപ്പം ഇത് എത്ര കാലം ഇനി കൊണ്ടു നടക്കും? അത് തീരുന്നവരെ. ഇത് തീരുന്നവരെ. അപ്പൊ ഇതിന് ശേഷം വന്ന ഇലക്ട്രിക് കാറുകളൊക്കെ ശ്രദ്ധിച്ചോ? ഇല്ല. ഇത് തന്നെ നിൽക്കാണ് അല്ലേ? BYD സീൽ. സീല്. അതൊരു അമേസിംഗ് ലുക്കാണ്. ശ്രദ്ധിച്ചു. പിന്നെ വരാൻ പോകുന്നത് ഇഷ്ടം പോലെ സാധനം വരുന്നുണ്ട്. ഫോൺ പോലെ തന്നെ ആവും കാർ. തീർച്ചയായിട്ടും. അപ്പൊ BYD വീട്ടിലുള്ള 2 BYDകളിൽ എനിക്ക് തോന്നുന്നു E6 ആദ്യം വാങ്ങിച്ചായിരിക്കുമല്ലോ. അത് കൊടുക്കാറായോ? ഇല്ല. എത്ര കിലോമീറ്റർ ഓടിക്കാണോ അതൊക്കെ? മൈ ഫാദർ ഇതിന്റെ ഇരട്ടി ഓടുന്നുണ്ട്. ആണല്ലേ? അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ടോ? ഇത് കുറച്ചാലും കഴിയുമ്പോഴത്തേക്കും ബാറ്ററി മാറ്റേണ്ടിയൊക്കെ വന്നാലോ എന്നുള്ള ടെൻഷൻ? ഇല്ല. എങ്കിൽ പോലും ലാഭം അല്ലേ? ടെൻഷൻ അടിക്കാറില്ല. അല്ല, അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞല്ലേ. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ന് ഭരിക്കും എന്ന് ചോദിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ. എന്തായാലും ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞതാണ്, നമ്മൾ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് പലർക്കും ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ട്. ഇത് ഒരു ചത്ത സാധനമാണ്, പിന്നെ നമുക്ക് ഒരു സാധാരണ പെട്രോൾ ഡീസൽ വാഹനം ഓടിക്കുന്ന ഒരു ഫീല് കിട്ടില്ല. അങ്ങനെ ഒന്നുമില്ല. നിങ്ങളിത് ഓടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ എന്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക അല്ലേ? ഇലക്ട്രിക് കാറിന്റെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസ് ഇസ് ഫാസ്റ്റർ. അതെ,
ഒരു സ്പേസ്ഷിപ്പ് ഓടിക്കുന്നല്ല. ശരിക്കും അത് തന്നെ. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ലാഭം നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്ക് പോകാൻ തോന്നുകയും ഇല്ലെന്നുള്ള വേറൊരു കാര്യം. അപ്പം അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് എനിക്കത്രേ ഉള്ളൂ. മെയിൻലി ആ എക്സ്പെൻസ് ആൻഡ് ഡെയിലി റണ്ണിങ് കോസ്റ്റ് ഇസ് വെരി ലോ. വരില്ല. ഞാനും വല്ലതും ഉണ്ടെങ്കിൽ ഒരു 3-4 years കഴിഞ്ഞിട്ട് മേ ബി വി ഷുഡ് ഡു വൺ മോർ ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ 3-4 years ടു സി എങ്ങനെയായിരിക്കും. അതെ. അല്ല അപ്പോഴത്തേക്കും ബാറ്ററി ടെക്നോളജി ഒക്കെ വളരെ ചീപ്പ് ആവുകയും എല്ലാം വളരെ ആവും. ഇപ്പൊ തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന മഹീന്ദ്ര ആയാലും മറ്റേ MG വിൻസർ ആയാലും ഒക്കെ കൊടുക്കുന്നത് ലൈഫ് ടൈം വാറണ്ടി ആയില്ലേ? ആ രീതിയിലേക്ക് ആയല്ലോ കാര്യങ്ങൾ. അപ്പൊ പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ അതും പോയി. ബാറ്ററി ഒന്ന് മാറ്റേണ്ടി വരുന്ന ടെൻഷൻ പോയി കഴിഞ്ഞു. അപ്പം അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി 4-5 വർഷം കഴിഞ്ഞ് ഇനി നമ്മൾ കാണുള്ളൂ പുതിയ വണ്ടിയാണ് എന്ന് വിചാരിക്കാം അല്ലേ? താങ്ക് യു. ആ സമയം വിൽ ബി ദ റൈറ്റ് ടൈം. അതെ. ഇറ്റ് ടേക്സ് ഒരു 5 years വണ്ടി ലാസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റും. അതെ. ഇപ്പൊ ഫസ്റ്റ് ഇയർ ഓക്കെ. അതെ ശരി. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ വെറൈറ്റി ആട്ടോ. കാരണം വെച്ചാൽ ലാൻഡ് ക്രൂയിസർ വന്നു, അതിനുശേഷം ഈ പറഞ്ഞ മരുഭൂമിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് പജേരോ സ്പോർട്ടാണ്, ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. നമസ്കാരം, പേര്? ജിംസ്. എന്ത് ചെയ്യുന്നത്? ബിസിനസ് ആണ്. ഇവിടെയും പിന്നെ വിദേശത്തും. അത് ശരി. എന്താണ് മെയിൻ ബിസിനസ്സുകൾ? ഇവിടെ ഹോസ്പിറ്റാലിറ്റി ആണ്, റെസ്റ്റോറന്റ് രണ്ടും. പിന്നെ വിദേശത്ത് പിന്നെ ഇത് ഷഡൗൺ വർക്കുകൾ ചെയ്യുന്നു. റെസ്റ്റോറന്റ് ഏതാ ഇവിടെ? ഹോയ് പഞ്ചാബ്. ഹോയ് പഞ്ചാബ് ഇടപ്പള്ളിയിലും കാക്കനാടും. നല്ല ഗംഭീര ആംബിയൻസ് കേട്ടോ, നല്ല ഫുഡും. ഞാൻ 2 തവണ ഒന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ശരി. അപ്പൊ ശരിക്കും സ്വദേശം ഇവിടെ തന്നെയാണോ? അല്ലല്ല, ഞാൻ എന്റെ യഥാർത്ഥ സ്വദേശം കരുനാഗപ്പള്ളിയാണ്. പക്ഷെ ഇപ്പൊ ഒരു 2010 മുതൽ എറണാകുളത്ത്. കരുനാഗപ്പള്ളിക്കാരൻ ഇത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ആള് ശ്യാമ്. അതെ. അപ്പൊ നിങ്ങൾ പിന്നെ വിശേഷം പിന്നെ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഈ കാര്യം ചോദിക്കട്ടെ. എത്ര കാലം ഇത് എടുത്തിട്ട് പജേരോ സ്പോർട്ട്? 2018. അപ്പൊ സെക്കൻഡ് ഹാൻഡ് എടുത്താ? ഈ 2018 സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഡീലർഷിപ്പും ഇല്ല, ഇതിന് സർവീസ് സെന്ററിന്റെ കാര്യത്തിൽ ആശങ്ക, അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണല്ലോ വാങ്ങിച്ചത് അല്ലേ? ആക്ച്വലി എനിക്കൊരു ഇതുണ്ടായിരുന്നു, പിന്നെ ടൊയോട്ട ഫോർച്യൂണർ. അത് 2018 വെള്ളപ്പൊക്കത്തില് ടോട്ടൽ ലോസ് ആയി. അപ്പൊ അതിനുശേഷം ഒരു എമർജൻസി ഒരു വണ്ടി വേണമെന്നും പറഞ്ഞ് എടുത്തത്. പക്ഷെ അതിനുശേഷം ഞാൻ ഹാപ്പിയാണ്. ആണല്ലേ? അപ്പൊ ഇത് എവിടെ ഇപ്പൊ സർവീസ് സെന്റർ ഉണ്ടോ? അത് മേനോൻസ് എല്ലാവരും ചെയ്തോണ്ടിരുന്നത്, മേനോൻസ് മിസ്തുബിഷി. പക്ഷെ അവര് പൂട്ടിപ്പോയി. ഇപ്പൊ ചേരാന്നുള്ളിൽ അവരുടെ കുറെ സ്റ്റാഫുകൾ ചേർന്നിട്ട് ഒരു സർവീസ് സെന്റർ തുടങ്ങി. ഇച്ചിരി ഡിലേ ആണെങ്കിലും നല്ല സർവീസ് ആണല്ലേ? അപ്പൊ പാർട്സ് ഒക്കെ ഇടുന്നുണ്ടോ അവര്? ഇതുവരെ പാർട്സ് വന്നിട്ടില്ല. പക്ഷെ ഒരു 1-2 ആഴ്ച കൊണ്ടൊക്കെ കിട്ടുമെന്ന് അവർ പറയുന്നത്. അവിടെ പജേരോയുടെ SFX ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്? അതെ, പജേറോ മാത്രമല്ല, മിസ്തുബിഷിയുടെ വണ്ടി മാത്രം. ശരി. അപ്പൊ ടൊയോട്ടയിൽ നിന്നും പെട്ടെന്ന് ഇതിലേക്ക് അങ്ങ് വരികയായിരുന്നു. എന്താണ് മാറ്റം ഫീൽ ചെയ്തത്? അല്ല, ടൊയോട്ട മാനുവൽ ആയിരുന്നു, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ ഞാൻ കുറെ നാൾ കൊണ്ട് ഓട്ടോമാറ്റിക് വണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഇത് എനിക്ക് കംഫർട്ടാണ്. ടോർക്ക് ലേശം കുറവാണെന്നേ ഉള്ളൂ. പക്ഷെ ഹൈവേയിൽ നല്ല യാത്രാസുഖമാണ്, ഒരു കാറിന്റെ യാത്രാസുഖമുണ്ട്. പിന്നെ ഫോർച്യൂണർ കുറച്ച് പിന്നെ ബോഡി റോളിംഗ് ഉണ്ട്. അത് പഴയ 2010 മോഡല്, 2010 എടുത്ത ഫോർച്യൂണർ. അപ്പൊ നല്ല ഇതല്ല, ഇതൊന്നും ബോഡി റോളിംഗ്. ശരി. ബാക്കി കാര്യങ്ങളോ, ഇന്റീരിയർ കംഫർട്ടും അതുപോലെ തന്നെ മറ്റേ സീറ്റിന്റെ അതൊക്കെ എല്ലാം ഇത് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റ് സീറ്റാണ് ഫ്രണ്ട് റോയില്. ബാക്കിയെല്ലാം കംഫർട്ടാണ്. എത്ര കിലോമീറ്റർ ഓടിയിരുന്നു എടുക്കുമ്പോ? ഇത് ഞാൻ എടുക്കുമ്പോൾ 45,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ 1-ന് മുകളിലായി. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് ലേശം കൂടുതലാണ്. കാര്യം എന്ന് വെച്ചാല് മീൻസ് ഈ സർവീസ് സെന്റർ ഇല്ലാത്തതും പിന്നെ അവർ പുതിയതായിട്ട് തുടങ്ങിയതിന്റെ കോസ്റ്റ് ലേശം കൂടുതലുണ്ട്. എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് 30,000 രൂപയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് മേളിലൊന്നും ഇത് ചെയ്തിട്ടില്ല. മൈലേജ് ഇഫ് യു കമ്പയർ വിത്ത് ഫോർച്യൂണർ? ഞാൻ ഒരു 12 സിറ്റി കിട്ടും. അത് പിന്നെ ഹൈവേയില് ബാംഗ്ലൂരൊക്കെ പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 14-15 കിട്ടും. അപ്പൊ ഫോർച്യൂണർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മൈലേജ്. ഇപ്പൊ 6 വർഷം കഴിഞ്ഞല്ലോ. 6 വർഷത്തിനിടയ്ക്ക് ഇന്ത്യൻ വാഹന വിപണിയിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. എന്നിട്ടും ഇതിങ്ങനെ നിലനിർത്താൻ കഴിയും? ഇത് ഞാൻ ലൈഫ് ലോങ് കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓടിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു ഗമയുണ്ട്. സത്യം. ശരിക്കും ഇത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇത് സജീവമായിരുന്ന കാലത്ത്, ഈ വാഹനം സജീവമായിരുന്ന കാലത്ത് ഇതും കൊണ്ട് മൂന്നാറിൽ പോയിട്ട് നമ്മുടെ കുണ്ടള ഡാമുണ്ട്, മൂന്നാറിലെ കുണ്ടള ഡാമിന്റെ അവിടെ ഞാൻ നിൽക്കുമ്പോൾ അവിടുന്ന് മറയൂരേക്ക് ഒരു ഓഫ് റോഡ് വഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് പരീക്ഷിക്കാൻ നേരത്തെ ഈ വണ്ടിയായിട്ടാണ് പോയത്. അതൊരു ഗംഭീര യാത്രയായിരുന്നു. അതായത് ഫുൾ കാടിനകത്തൂടെ ഒരു ഭീകരമായ ഒരു വഴിയായിരുന്നു. പക്ഷെ ഇത് എന്ത് കംഫർട്ടബിൾ ആയിട്ടാണ് എത്തി. എന്നിട്ട് തിരിച്ച് നമ്മള് മറയൂര് ചെന്ന് ഇറങ്ങിയ സമയത്ത് ആൾക്കാർ ഇത് ഓടിച്ചു വന്നല്ലേ? അത് ഗംഭീര. കാരണം അവിടെ സാധാരണ ജീപ്പുകളാണ് ഓടുന്ന മുഴുവൻ. പക്ഷെ അങ്ങേറ്റ കംഫർട്ടബിൾ. ഞാൻ ഭയങ്കര ഫാനായിരുന്നു കേട്ടോ ഈ വണ്ടിയുടെ.
പക്ഷെ ഇതിന്റെ പ്രശ്നം എല്ലാ കാലത്തും ഇതിന്റെ ഒരു സെയിൽസും സർവീസും മോശമായിരുന്നു എന്നുള്ളതാണ്. ഏത് കാലത്തും ഒരിക്കലും നന്നാകാൻ വിട്ടിട്ടില്ല ഇതിന്. അവസാനം മേനോൺസ് എന്ന് പറഞ്ഞ പുതിയ ഒരു ഡീലർഷിപ്പ് വന്നു, അവരും പക്ഷെ നിർത്തിപ്പോയി. ഏതാ മോശം? മിത്സുബിഷിയുടെ ഏത് വാഹനമായിരുന്നു മോശം? ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം സംഭവിച്ചു, ഇവര് ഇവിടെ വന്നിട്ട് അംബാസഡറിന്റെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സുമായിട്ടായിരുന്നു ടൈപ്പ്. അവരുടെ പ്ലാന്റിലായിരുന്നു ഇതിന്റെ എന്താ പറയുക അസംബ്ലിങ്ങും അതിനുശേഷമുള്ള മാർക്കറ്റിംഗ് സെയിൽസ് എല്ലാം അംബാസഡർ ചെയ്തു കൊടുത്തു. സ്വയം പോലും രക്ഷപ്പെടാൻ പറ്റായിരുന്ന ഒരു കമ്പനി ഇതും കൂടെ ഏറ്റെടുത്ത് രണ്ടും കൂടെ അങ്ങ് മുങ്ങിപ്പോയെന്നുള്ളതാണ് പ്രശ്നം. വേറെ വണ്ടികളുണ്ടോ വീട്ടില്? വീട്ടില് ബെൻസിന്റെ ഒരു താറുണ്ട്. താറുണ്ട്. ശരി. അപ്പൊ താറിന്റെ കാര്യത്തില് അപ്പൊ താറ് സ്ഥിരമായിട്ട് ഓടിക്കുന്നുണ്ടാവുമല്ലോ? ഓടിക്കുന്നുണ്ട്. പക്ഷെ 2 പേർക്കേ പറ്റത്തുള്ളൂ. 2 പേർക്കാണ് കംഫർട്ട്. മറ്റേന്ന് വെച്ചാല് അതിന്റെ സുഖമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറച്ച് പിന്നെ സ്റ്റിയറിംഗ് പ്ലേയിങ് കുറവാണ്, പ്ലേയിങ് കൂടുതലാണ്. അത് പണ്ടോട്ടെ മഹീന്ദ്രയുടെ പല വാഹനങ്ങൾക്കുള്ള ഒരു പ്രശ്നമായിരുന്നു. ബുദ്ധിമുട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 പേർക്കാണ് അത് കംഫർട്ട്. ഒരാൾ പോകുമ്പോ കയറി ഇറങ്ങാന്നൊക്കെ പറഞ്ഞ വലിയ പാടാണല്ലോ. അത്രേ ഉള്ളൂ. ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ഇലക്ട്രിക് വണ്ടി ഞാൻ പിന്നെ ഓടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഞാനൊരു പുതിയ വണ്ടിയിലേക്ക് മാറുകയാണെങ്കിൽ ഹൈവേയുടെ പണി കഴിഞ്ഞിട്ട് പുതിയ വണ്ടി എടുക്കാന്നാണ്. 2 വർഷം 1.5 വർഷം കൊണ്ട് ഹൈവേയുടെ പണി തീരും. കരുനാഗപ്പള്ളി, തിരുവനന്തപുരം ഒക്കെ പോകാൻ എളുപ്പം. അതുകൊണ്ട് വേണ്ടി വെയിറ്റ് ചെയ്യും. അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ലൈൻ ട്രാഫിക് പഠിക്കുകയാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ തന്നെയായിരിക്കും പോകാൻ പോകുന്നത്. ഞാനിപ്പോ അടുത്ത കാലത്ത് നമ്മുടെ മിനിസ്റ്റർ ഗണേഷ് കുമാറുമായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് ഇതാണ്, ലൈൻ ട്രാഫിക് പഠിപ്പിക്കേണ്ട ഒരു കാലമായി, ഇല്ലെങ്കിൽ ഹൈവേസ് പറയുമ്പോൾ ഒരു കാര്യം. അപ്പം അദ്ദേഹം ഇങ്ങോട്ടും പറഞ്ഞു ശരിയാണ്, അതിന് വേണ്ട കർശനമായ ഒരു നിയമം തീർച്ചയായിട്ടും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഹൈവേ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ചവിട്ടി പിടിച്ച് പോകാൻ സാധിക്കും. അല്ല, ഈ യുപിയില് ഞാനൊരു ബ്ലോഗിൽ കണ്ടതാണ്, യുപിയിലെ എക്സ്പ്രസ് വേയിൽ ആൾക്കാർ കറക്റ്റായിട്ട് ട്രക്ക് ഡ്രൈവേഴ്സ് ഒക്കെ ലൈൻ ട്രാഫിക് ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. യുപി ചെയ്യുന്നുണ്ടോ? പിന്നെ എവിടെ ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതറിയോ, അങ്ങനത്തെ ഹൈവേ പോലെ ഓപ്പോസിറ്റ് വണ്ടി വരും, ഒരു മൂല കൂടെ പിടിച്ച് ഇങ്ങനെ വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ പശു വരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഹൈവേകളുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. എന്തായാലും കേരളം ആ തരത്തിലേക്ക് മാറിയേ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ നമ്മളിപ്പോ കണ്ണൂർ ആ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഹൈവേ ഒക്കെ വളരെ വലുതായിട്ടുണ്ട്, വണ്ടികൾ അധികം കാണുന്നില്ല ഇപ്പൊ. അതുകൊണ്ട് പിന്നെ ലൈൻ ട്രാഫിക് പ്രശ്നം തോന്നുന്നില്ല. എങ്കിൽ പോലും ലൈൻ ട്രാഫിക് തീർച്ചയായിട്ടും കീപ്പ് ചെയ്ത് ഓടിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനവും ഹൈവേകളുടെ കാര്യത്തിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്തായാലും വളരെ അപൂർവമായ ഒരു വാഹനമാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ഗുണം അറിയണമെങ്കിൽ നിങ്ങൾ ഗൾഫിലൊക്കെ ജോലി ചെയ്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും. മിത്സുബിഷിയുടെ കാര്യത്തിൽ എന്താണ് ഒപ്പം നിൽക്കും, ടൊയോട്ടയുടെ ഒപ്പം നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സെറ്റ് ബാക്ക് ഇതിന് വന്നു പോയെന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം വീണ്ടും കാണാം, പഞ്ചാബിൽ കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അങ്ങനെ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ ചെയ്ത റാപ്പിഡ് ഫെയറിലെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള വാഹനങ്ങൾ വന്ന ഒരു എപ്പിസോഡായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കേണ്ട, ജെയിൻ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഇവിടുത്തെ ഏറ്റവും ആധുനികമായ അല്ലെങ്കിൽ ഏറ്റവും അധികം ജോലി സാധ്യതയുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്പരും വെബ്സൈറ്റ് അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. വിളിച്ചു നോക്കുക, എന്നിട്ട് ഏറ്റവും ഗംഭീരമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ തയ്യാറെടുക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം. ബൈ.